ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. ആ രീതിയിൽ കൊച്ചിയിൽ നടക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കാണുന്നത്. അവിടെ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നിതിൻ അംബുജൻ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, വിശദാംശങ്ങൾ പറയൂ. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. എറണാകുളം DMO ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതോടൊപ്പം തന്നെ മന്ത്രി VN വാസവനും മന്ത്രി വീണ ജോർജും രാജിവെച്ച് പുറത്തു പോകണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. മന്ത്രിയുടെ വാക്കുകൾ കാരണമാണ് രക്ഷാപ്രവർത്തനം വൈകിയത്. അതുകൊണ്ടാണ് തുടരുക. ഇപ്പോൾ കോഴിക്കോടുള്ള പ്രതിഷേധം കൂടി നമുക്ക് കാണാം. ഇവിടെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അവിടെ നിന്ന് മാറ്റുകയാണ്. മിഥില ബാലൻ അവിടെ നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. മിഥിലയിലേക്ക് എത്താൻ ദൃശ്യങ്ങളിൽ കാണുന്നത് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നടക്കം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. അവിടെ റോഡിൽ കുത്തിയിരുന്ന് റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അവിടെ നിന്ന് മാറ്റുകയാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയാണ് പ്രതിപക്ഷ സംഘടനകൾ. യൂത്ത് ലീഗും ഒപ്പം യൂത്ത് കോൺഗ്രസും പലയിടങ്ങളിലായി അത്തരത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലം പ്രയോഗിച്ച് മാറ്റുകയാണ് പ്രവർത്തകരെ അവിടെ റോട്ടിൽ നിന്നും. അവിടെ ഗതാഗതം അടക്കം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. മിഥില ബാലൻ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. മിഥില, അവിടെ സംഘർഷ സാഹചര്യമുണ്ടോ? ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളിൽ കാണാം. വിവരങ്ങൾ. പ്രതിഷേധം ആരംഭിച്ചത് ആരോഗ്യമന്ത്രിയുടെ രാജി. കോട്ടയത്തെ സംഭവത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് കോഴിക്കോട് മാവൂർ റോഡ്, അതായത് KSRTC സ്റ്റാൻഡിന് മുൻവശത്തെ റോഡ് ഉപരോധിക്കുന്നത്. ആ റോഡ് ഉപരോധിക്കുന്ന പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കുക, അതിൽ കുറഞ്ഞതൊന്നും ഈ കോട്ടയം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നില്ല. ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മാവൂർ റോഡിന്റെ ഒരു വശത്ത് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭാഗമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിക്കുന്നത്. പക്ഷേ ഗതാഗത തടസ്സം ഉണ്ടാവാതിരിക്കാൻ പോലീസ് അവരെ ഒരു ഭാഗത്തേക്ക് ബലം പ്രയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ റോഡിൽ കുത്തിയിരുന്ന് വലിയ രീതിയിൽ ബലം പ്രയോഗിച്ച് തന്നെ പ്രവർത്തകരും ഇപ്പോൾ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ കോട്ടയം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു ബലപ്രയോഗം പോലീസും പ്രവർത്തകരും തമ്മിൽ നടക്കുന്നു. കോഴിക്കോട് മാവൂർ റോഡിലാണ്, പ്രത്യേകിച്ച് KSRTC സ്റ്റാൻഡിന്റെ മുൻവശത്താണ്. KSRTC സ്റ്റാൻഡിന്റെ മുൻവശത്തെ റോഡ് ഉപരോധിക്കും എന്നിവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു വീട്ടമ്മയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നത്. വലിയ രീതിയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അവിടെ നിന്നും റോഡിൽ നിന്നും മാറ്റുകയാണ്, അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഗതാഗതം പഴയ നിലയിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ബലപ്രയോഗം നടക്കുന്നുണ്ട്. കാരണം റോഡിൽ കുത്തിയിരിക്കാനുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ളത്. അവരെ ഇപ്പോൾ വാഹനത്തിലേക്ക്, പോലീസ് വാഹനം എത്തിയിട്ടുണ്ട്, അവരെ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് പ്രതി നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. 15ഓളം പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർ KSRTC സ്റ്റാൻഡിന് മുന്നിൽ ആദ്യം മുദ്രാവാക്യം വിളിച്ചെത്തുകയായിരുന്നു. പിന്നീട് റോഡിൽ അവർ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു. ഉടൻ തന്നെ പോലീസ് എത്തി ഇത്തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുകയായിരുന്നു. പക്ഷേ അവർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുക തന്നെയായിരുന്നു. അങ്ങനെയാണ് ബലപ്രയോഗം നടത്തിയത്. ആരും കുടുങ്ങിയിട്ടില്ലെന്ന് നുണ പറഞ്ഞ ആരോഗ്യമന്ത്രി കൊന്നതാണ് ഈ വീട്ടമ്മയെ എന്നതാണ് ഇവർ പറയുന്നത്. ഇക്കാര്യം അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പ്രവർത്തകരെ പോലീസ് വാനിലേക്ക് ബലപ്രയോഗിച്ച് കയറ്റുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും പ്രജിൻ കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കോഴിക്കോടും കാര്യങ്ങൾ കടക്കുന്നു. പ്രജിൻ. മിഥില ബാലൻ തുടരുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് മാവൂർ റോഡിൽ നടക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിന് മുൻപിൽ അവിടെ മാവൂർ റോഡിൽ വലിയ ഗതാഗതം നടക്കുന്ന റോഡിലാണ് അവിടെ തടസ്സമുണ്ടാക്കിക്കൊണ്ട് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. അവിടെ പോലീസ് ഇടപെട്ട് ബലം പ്രയോഗിച്ച് അവിടെ പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് മാറ്റിയെങ്കിലും ആ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. അവരെ ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവിടെ ഉന്തും തള്ളും പോലീസുമായി പ്രവർത്തകർ നടത്തുകയുമാണ്. ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നൊരു ആവശ്യം
വലിയ ശക്തമായി തന്നെ യൂത്ത് ലീഗ് ഒപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുകയാണ്. ഒരു ഭാഗത്ത് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ കരിങ്കുടി പ്രതിഷേധവും അടക്കം സംഘടിപ്പിച്ചാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. പലയിടങ്ങളിലായി ഈ മണിക്കൂറുകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് യുവജന സംഘടനകൾ പ്രതിപക്ഷത്തിന്റെ. അതോടൊപ്പം തന്നെ സർക്കാർ പരാജയമാണ് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷം ഉയർത്തുകയുമാണ്. ഭരണം പാടെ നശിച്ചു പോയിരിക്കുന്ന രീതിയിലുള്ള വലിയ ആക്ഷേപം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷം കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഥില തുടരുന്നുണ്ട്. മിഥില, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസുമായി വാക്കേറ്റമുണ്ട്, ഉന്തും തള്ളുമുണ്ട്. ബലം പ്രയോഗിച്ച് കഷ്ടപ്പെട്ടാണ് പോലീസ് പ്രവർത്തകരെ ഈ വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നത്. ഗതാഗത തടസ്സം ഇപ്പോഴും ഉണ്ടോ മാവൂർ റോഡിൽ? പ്രജിൻ, ഗതാഗത തടസ്സമുണ്ട് മാവൂർ റോഡിൽ. അതായത് KSRTC സ്റ്റാൻഡിന്റെ ഒരു വശത്ത് ഗതാഗത തടസ്സമുണ്ട്. ഒരു വശത്തെ റോഡായിരുന്നു ഈ പ്രവർത്തകർ ഉപരോധിച്ചിട്ടുണ്ടായിരുന്നത്. ഉപരോധിക്കാൻ പ്രവർത്തകർ ഇവിടെ എത്തി റോഡിൽ കുത്തിയിരുന്ന ആ സമയത്ത് തന്നെ പോലീസ് ഇങ്ങോട്ട് എത്തി അവർക്ക് ഇവിടെ നിന്നും മാറാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മാറാൻ കഴിയില്ല എന്ന ഒരു നിലപാട് ഈ പ്രവർത്തകരെടുത്തു. അങ്ങനെയാണ് ബലം പ്രയോഗിച്ചവരെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ പോലീസ് വാനിലേക്ക് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് ഇവിടെ നിന്നും മാറ്റുന്നത്. ഏകദേശം മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ ബലം പ്രയോഗിച്ച് തന്നെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് വാഹനത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. സൂചിപ്പിച്ച പോലെ ഒരു വശത്ത് മാവൂർ റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്, കോഴിക്കോട് നഗരമാണ്. മാവൂർ റോഡിൽ ഒരു ഭാഗത്ത് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് ഈ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. ബലം പ്രയോഗിച്ച് തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. വലിയ രീതിയിലൊരു പ്രതിരോധം പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രജിൻ, മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഇപ്പോൾ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ സംഘടിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി രാജിവെക്കണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ നടക്കുന്നത്.